വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരി അരച്ചതോ വെള്ളത്തിലിട്ടതോ ഒന്നും തന്നെ ഇല്ല. എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അരിപ്പൊടി ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം. അരമണിക്കൂർ കൊണ്ട് അപ്പോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതേന്നേ, വളരെ സിമ്പിളായിട്ട് അപ്പം തയ്യാറാക്കി എടുക്കാം. പച്ചരി വെച്ചിട്ട് ഉപയോഗിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുമേ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. വറുത്തരിപ്പൊടിയാണ്. 1/2 കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഈസ്റ്റും എല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. നല്ലോണം അരച്ചിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഈ മാവ് ഒഴിക്കുക. വേറൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം, അതായത് ഇളം ചൂട് മതിയെ, ഈ മാവ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. ചൂട് കാരണം മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ, നമ്മുടെ പേരിലിപ്പം നല്ല തണുപ്പാണല്ലോ, എനിക്കൊരു 30 മിനിറ്റ് എടുത്ത് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മതിയാകും കേട്ടോ. അപ്പോൾ ആ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കാവേ. അപ്പം അപ്പച്ചട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറു ചൂടോടെ വേണം അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ ഇരിക്കുന്ന അപ്പങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.